Let's go. ഹലോ ഗൈസ്, ഞാനാണ് ഹമ്പിൾ റൂം 80811. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ക്രാഫ്റ്റ് റീമാസ്റ്റേഡ് സൈൻ ഇൻ ചെയ്തിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ആഡ് ഫ്രണ്ട്സിലേക്ക് ചേർക്കുക. നിങ്ങളുടെ വേൾഡിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യുക. എന്താ ചെയ്യുക, അപേക്ഷയാണ് സുഹൃത്തുക്കളെ, പ്ലീസ്. പിന്നെ ഞാൻ ഓഫ് ക്യാമറയിലിരുന്ന് 1-2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ സാധനങ്ങളൊന്നും നേരത്തില്ലായിരുന്നു. ഞാൻ പിന്നെ ഓഫ് ക്യാമറയിലിരുന്ന് വെച്ചതാണ്. ഞാൻ വഴിയൊക്കെ ഇട്ടു, പിന്നെ പുറകുവശത്തൊരു കുളം പോലെ സെറ്റ് ചെയ്തു. വെള്ളമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ട് ലാഗ് അടിക്കണ്ടോ എന്നൊരു സംശയമുണ്ട്, നിങ്ങളത് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഇവിടെ കുറേ ബാരൽ അടുക്കി വെച്ചു. ബെഡ്റൂമിനകത്ത് ഒരു ഷാൻഡിലിയർ തൂക്കിയിട്ടു. പിന്നെ മേളിലും ഒരു ഷാൻഡിലിയർ തൂക്കിയിട്ടു. പിന്നെ ഇത് നമ്മുടെ ഇൻറ്റീരിയർ ദിവസമാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഓരോരോ ഫ്ലോർ വൈസും ഓരോരോ റൂം വൈസുമാണ് നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ വൈകാതെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ ഫസ്റ്റ് ഫ്ലോർ ആദ്യം ഞാൻ ചെയ്യും. പിന്നെ 1-2 കാര്യങ്ങൾ ചെയ്യാണ്ട് ഞാൻ സെറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഞാൻ വെറുതെ ചെയ്താ ഈ ഫ്ലോറിൽ ഓക്ക് പ്ലാങ്ക് മൊത്തം പൊടിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ വീടിൻ്റെ പണി കഴിച്ചത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ഫ്ലോർ ഒഴിച്ച് ബാക്കി സെക്കൻഡ് ഫ്ലോർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഞാൻ കുറേ ലാൻഡേൺ ആഡ് ചെയ്തു. പിന്നെ ഈ മലയുടെ പുറകിലായിട്ട് ഒരു റൂയിൻഡ് നെതർ പോർട്ടൽ ഉണ്ട്. അവിടെ നിന്ന് എനിക്ക് ഗോൾഡ് ആർമർ കിട്ടി. അതായത് ഈ സാധനം പിന്നെ എൻചാൻറ്റിങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഈ മുറി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ചെയ്തു. ഞാൻ മേളത്തെ ഫ്ലോറിൽ, ഇത് ഓൾറെഡി കംപ്ലീറ്റഡ് ആണല്ലോ. ഇനി ഇവിടെ ഒരു ചെടി വെക്കണം. ഇപ്പം വയ്ക്കാം. ഡർട്ടുണ്ടോ കയ്യിൽ? ഉണ്ട്, റിച്ച് ഡർട്ടും വെച്ച് സ്പ്രൂസ് ടാപ്രോട്ട് വെച്ച് അടച്ച് കഴിഞ്ഞാൽ ഈ മുറി കംപ്ലീറ്റായി. ഇനി ഇവിടെ ഞാൻ കുറേ ഇല വെച്ചു. പിന്നെ ഇവിടെ കുറേ ബാരലും വെച്ച് ഇവിടെ ഒരു ബെഡ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ബെഡ്റൂമിലാണ് ഏറ്റവും കൂടുതൽ ഇൻറ്റീരിയർ ഉള്ളതെന്ന്. ഇത് സ്റ്റോറേജ് ഏരിയ. ഈ സ്റ്റോറേജ് ഏരിയയിൽ ഞാൻ 9 ടൈപ്പ് ഐറ്റംസ് വെക്കാൻ വേണ്ടി ചെസ്റ്റും വെക്കും. പിന്നെ കുറേ ടേബിൾസില്ലേ, അത് വെക്കും, ഫ്ലെക്സിങ് ടേബിളൊക്കെ പോലെ. അത് പിന്നെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഞാൻ ചുമ്മാ സ്റ്റെയർ കേസ് കയറാൻ വേണ്ടി വെച്ചേക്കണേ. ഇത് ലിവിങ് ഏരിയ. ഇത് ഞാൻ ഇപ്പോൾ സെറ്റപ്പ് ആക്കും ഗൈസ്. ഞാൻ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ ബുക്ക് ഷെൽഫ് വെച്ചിട്ടില്ല. കാരണം ബുക്ക് ഷെൽഫിന് ലെതർ വേണം. ലെതറിന് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഏൻഷ്യൻ്റ് സിറ്റി തപ്പി പോകുന്നതാണ് ഗൈസ്. പിന്നെ ഇവിടെ അറിയാതൊരു ട്രാപ്പ് ഡോർ വന്നു, ചുമ്മാ രസം, അവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്ക് 11 ലെതറേ ആകെപ്പാടെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ 1-2 കാര്യങ്ങൾ എക്സ്ട്രാ കിട്ടി. 2 ഡയമണ്ടും 1 ഹാർട്ട് ഓഫ് ദ സീയും. അത് ഞാൻ ലെതർ തപ്പി പോയപ്പോൾ ഒരു സാൻഡിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ്, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു ട്രഷർ കിട്ടിയെടുത്തുനിന്ന് ഞാൻ എൻ്റെ കയ്യിൽ ഇൻവെൻട്രി ഫുള്ളായിരുന്നുകൊണ്ട് അവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോകുന്നേക്കോ ഗൈസ്. ദയ്യ. പിന്നെ ഇവിടെ എമർജൻസി എക്വിപ്മെൻ്റ് ഏരിയ ഇവിടെ വരും. പിന്നെ ഇവിടെ ഒരു പോട്ട് വരും, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ അറിയാലോ, ഒരു പ്ലാന്റ്, ഫർണസ്, കുറേ ബാരല്. പിന്നെ ഈ മുറിയിൽ ഇവിടെ ഒന്നുമില്ല, ഒരു ബെഡ് കൂടെ വെച്ചാൽ മതി. ഒരു മിനിറ്റ്, ഇത് മൊത്തം ഒന്ന് പൊളിച്ച് വെച്ചണം. ഞാൻ അറിയാതെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ അത് പൊളിച്ച് വെച്ചാൽ അതങ്ങനെ ഒരബദ്ധം. ഇത് ഞാൻ സെറ്റ് ചെയ്യാം ഇപ്പോൾ ഗൈസ്. ഞാൻ ബെഡ്റൂമിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കാരണം ഇവിടെ കുറേ ലാൻഡേൺ കൂടെ വെക്കാനുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ വെക്കുന്നതാണ്. അതത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ പിന്നെ ഒന്നുമില്ല, എല്ലാം കംപ്ലീറ്റാണ്. നേരത്തെ തണ്ണിയാക്കിയത്. ഇവിടെ കുറേ ചെസ്റ്റ് ടേബിളും കൂടെ അടുക്കി വെച്ചാൽ മതി. പിന്നെ അത് എല്ലാം കഴിഞ്ഞിട്ട് വേണം നാളെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. പിന്നെ നിങ്ങളുടെ സജഷൻ അനുസരിച്ചിട്ട് വേണം എനിക്ക് നാളെ പോയിട്ട് ഏൻഷ്യൻ്റ് സിറ്റി റെയ്ഡ് ചെയ്യാൻ ഗൈസ്. ഓ ട്രേഡർ, എന്താ ട്രേഡ്? നല്ല വില ഉണ്ടോ? എമറാൾഡൊന്നും ഇല്ല, എന്നാലും മോസ് എല്ലാം ഉണ്ട്. ഇതൊന്ന് മോസ്, അത് തന്നെ മോസ്. എമറാൾഡൊന്നും ഇല്ലാന്നേ ഉള്ളൂ. 7 ഫ്ലോർ കംപ്ലീറ്റ് ചെയ്ത് മൊത്തം ഒരു ഡീറ്റെയിലും എടുത്തിട്ട് ഇപ്പോൾ കാണാം നമുക്ക്. പ്രേക്ഷകരെ, നിങ്ങളിത് വെൽക്കം ടു മൈ ബ്യൂട്ടിഫുൾ ഹൗസ്. ബുക്ക് ഷെൽഫ് വെച്ചിട്ടില്ല, നാളെ വെക്കും. ഇവിടെയും ബുക്ക് ഷെൽഫ് വെച്ചിട്ടില്ല. ഫർണിഷിങ് ഏരിയ, ബെഡ്റൂം, നമുക്കിവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റും. പിന്നെ വേറെയുള്ള കാര്യങ്ങൾ അടുത്ത മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റോറേജ് ഏരിയ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ലേബൽ ചെയ്യുന്നതാണ്. ഇനി അടുത്ത എപ്പിസോഡിലത്തെ പ്രോഗ്രസ്, അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഏൻഷ്യൻ്റ് സിറ്റി റെയ്ഡ് ചെയ്യുന്നത്. ദിസ് ഈസ് എ കണ്ടാമിനേഷൻ. ടാറ്റ ബൈ ബൈ. Game over.